Hi dear friend, I am Rocky. Welcome to Big Boss Season 7 Analyzing from Asi Rocky. എന്തല്ലേ കാര്യം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു 3 പേരെ കുറിച്ച് പറയാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഈ 3 പേരെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ 3 ആൾക്കാരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് 1 ജാസ്മിൻ, 2 നമ്മുടെ ജാൻമോണി, 3 നമ്മുടെ സിജോ. അപ്പം ജാസ്മിൻ, ജാൻമോണി, സിജോ എന്ന 3 പേരെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇവരെ ആരെയും തന്നെ പേഴ്സണലായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു രീതിയിലോട്ട് എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് വളരെ കുറച്ച് ദിവസം കൊണ്ട്, അതായത് ബിഗ് ബോസ് എന്ന ഷോ അടിസ്ഥാനമാക്കി അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവർ 3 പേരും ഇപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ പറയുകയുണ്ടായി, വക്രബുദ്ധി ജാസ്മി, അതുപോലെ വിക്ടം കാർഡ് ജാൻമോണി, അതുപോലെ നന്മപരം സിജോ. അപ്പോൾ ഇവരെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ റിയൽ ലൈഫിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവരുടെ ഗെയിം പ്ലാനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ചെസ് ബോർഡാണല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ആ ഗെയിം പ്ലാന് നമ്മൾ പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ ജയിക്കുന്നത്. പക്ഷേ ബിഗ് ബോസ് എന്നൊരു വീട്ടിൽ നിങ്ങൾക്ക് ഒരു ഗെയിം പ്ലാനും കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതറിയാതെ വന്ന് അകപ്പെട്ട് പോയിട്ടുള്ള ആൾക്കാരും ഇനി പോയി അകപ്പെടാൻ പോകുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾ ചോദിക്കാൻ സ്വാഭാവികമായിട്ടും, ഇത് റോക്കി നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നിനക്കിത് അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കാം. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ അറിയാൻ ശ്രമിച്ചത്, ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം ഈ 3 പേരുടെ ഗെയിം, നോർമലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ 10 തരം ഗെയിമാണ് അവിടെ ഇറക്കുന്നത്. 10 തരം ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10 ബുദ്ധി, അതായത് ഒരു മനുഷ്യനിലുള്ള, ഇപ്പം നമ്മൾ രാവണൻ എന്ന് പറയുമല്ലോ, 10 തലയുള്ളവൻ രാവണൻ. അപ്പോൾ രാവണൻ 10 തലയുള്ളതായത് കൊണ്ടാണോ രാവണൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് 10 തലയുടെ ബുദ്ധിയുള്ളവനാണ് രാവണൻ. ഓക്കെ, അപ്പം നമ്മുടെ 10 തലയും അവിടെ ഉപയോഗിക്കേണ്ടി വരും. എന്ത് കാര്യമാണെങ്കിലും അത് എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ കാര്യം കംപ്ലീറ്റ് ആകുന്നത്. അതായത് ഒരു കാര്യം നടക്കണമെങ്കിൽ ആര്, എവിടെ വെച്ച്, എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള കുറേ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അപ്പം നമുക്ക് കാര്യത്തിലോട്ടും കിടക്കാം. അതുപോലെ നമുക്ക് ജാസ്മിനെ കുറിച്ച് പറയാം. ജാസ്മിൻ വക്രബുദ്ധി എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. 10 ഗെയിം എന്താണെന്ന് ഉള്ള ഒരു ചോദ്യം ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. ഈ 10 ഗെയിം എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഒരു ബുദ്ധി, ഓക്കെ, കുബുദ്ധി, വക്രബുദ്ധി, ചാണക്യബുദ്ധി, ചടുല ബുദ്ധി, മുൻബുദ്ധി, പെൺബുദ്ധി, പിൻബുദ്ധി, ഒറ്റബുദ്ധി, കൗശല്യബുദ്ധി, അല്ലെങ്കിൽ കുടില ബുദ്ധി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള 10 ബുദ്ധികൾ, ഈ 10 ബുദ്ധികളാണ് ഈ ഗെയിമിൽ നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരു ബുദ്ധി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നം ഉണ്ടാവും. അപ്പം സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ നമുക്ക് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോയിന്റ്, ഇപ്പം ജാസ്മിൻ്റെ കുറിച്ച് പറഞ്ഞ വക്രബുദ്ധി. എന്താണ് വക്രബുദ്ധി? ആ വക്രബുദ്ധി എന്നുള്ള ഗെയിമിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, വക്രബുദ്ധി എന്നുള്ള ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനെ നമ്മൾ നേരെ സമീപിക്കാതെ ആ കാര്യത്തിലുള്ള പോയിന്റിനെ മാത്രം എടുത്തുകൊണ്ട് അത് നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആ കാര്യത്തിനെ വളച്ചൊടിച്ച് ആ കാര്യത്തിനെ സമീപിക്കുകയും ആ സന്ദർഭത്തെ വളച്ചൊടിച്ച് മറ്റുള്ളവരിലോട്ട് എത്തിക്കുകയും ആ എത്തിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു ബുദ്ധിയാണ് നമ്മൾ വക്രബുദ്ധി എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവത്തിനെയോ ഒരു കാര്യത്തിനെയോ, നടന്ന കാര്യമാവാം, അത് സത്യസന്ധമായിട്ട് നടന്ന കാര്യമാകാം, ആ കാര്യത്തിനെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടി ആ കാര്യത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് ആ കാര്യത്തിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നാൽ പോലും അതിൽ നിന്ന് നമുക്കെങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പറയില്ല, വക്ര കാണിക്കല്ലേ കൂടുതൽ എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഒരു വക്രം ഉണ്ടാക്കി അതിൽ നിന്ന് ബെനിഫിറ്റ് നമുക്ക് എങ്ങനെ അടിക്കാം. നിങ്ങൾ ജാസ്മിൻ്റെ ഗെയിം മനസ്സിലാക്കിയാൽ മനസ്സിലാവും. അതായത് എല്ലാ പ്രശ്നത്തിലും ഞാനില്ലാത്തൊരു പ്രശ്നമില്ല, പ്രശ്നം എവിടെ, ഞാൻ അവിടെ ഉണ്ട്. അപ്പം അത് വക്രബുദ്ധിക്കാരുടെ ഒരു കാര്യമാണ്. അവരെപ്പോഴും കാര്യങ്ങളെ വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാക്കി എടുത്ത് ആ ഗെയിം വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗെയിം നല്ലതാണ്. കാര്യങ്ങളിൽ ഇടപെടാതെ മാറി വാഴ പോലെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. ആ ഇടപെടുമ്പോഴത്തേക്കും നമ്മൾ സത്യസന്ധമായിട്ട് മാത്രം ഇടപെടുക. അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വക്രത ഇറക്കി കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണുന്നതാണ്. ആൾക്കാർക്ക് അത് വളരെ വേഗത്തിൽ തന്നെ അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അത് കഴിഞ്ഞ് നടക്കുന്നതും അതിന് മുമ്പ് നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജനങ്ങൾ അറിയാവുള്ളൂ വക്രബുദ്ധിക്കാരിയാണ്, അല്ലെങ്കിൽ ഇത് വക്രബുദ്ധി ഗെയിമാണ്.
ഞാൻ ഒരിക്കലും ജാസ്മിൻ വക്രബുദ്ധി എന്ന് പറയുന്നില്ല. ജാസ്മിൻ ഈസ് എ ഗുഡ് ഗേൾ, നല്ല ഫയറുള്ള അല്ലെങ്കിൽ ഗെയിമിന് പറ്റിയ ഒരാൾ തന്നെയാണ് ജാസ്മിൻ. പക്ഷേങ്കിൽ ജാസ്മിൻ്റെ അവിടുത്തെ ഗെയിം പ്ലാൻ ഒരു വക്രബുദ്ധിയായിരുന്നു. എല്ലാത്തിലും കയറി ഇടപെട്ട് അത് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു പിൻപറ്റി പോരുന്നത്. അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ വിഷയം ഇതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ഗെയിം കളിക്കാം, ചിലപ്പോൾ അങ്ങനെയും ജയിച്ചുവിടാന്നില്ല. ഇത് ബിഗ് ബോസ് ആണ്. അടുത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജാൻ മോണിയെക്കുറിച്ച് പറയാം. ജാൻ മോണി എനിക്ക് എൻ്റെ ജീവിതത്തിലും പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ, അതായത് ട്രാൻസ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. ഞാൻ അവരെയൊക്കെ വളരെ എക്സ്പെക്റ്റോടെയാണ് കാണുന്നത്. അപ്പം ബേസിക്കലി ജാൻ മോണിയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ പറയാൻ, ഒരു കോംപ്ലക്സ്, ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്. ജാൻ മോണിക്ക് പറ്റാത്തതായിട്ട് അവിടെ ഒന്നുമില്ല. ജാൻ മോണിക്ക് ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്, അതായത് മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുന്നോ, മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ എന്നോട് ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ള ഒരു രീതി ഇറക്കി ഒരു അതിലൂടെ സിമ്പതി പിടിച്ചു പറ്റി ഒരു വിക്ടം കാർഡ് എന്നുള്ള ലെവലിൽ എപ്പോഴും കരഞ്ഞുകൊണ്ട്, എപ്പോഴും പരാതിയും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടും, എപ്പോഴും ഇഷ്ടക്കേടുകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വിക്ടം കാർഡ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. അവരുടെ ഗെയിമായിരിക്കാം, അവർ റിയലായിട്ട് അവർ അങ്ങനത്തെ ഒരാളായിരിക്കത്തില്ല. അത് അവരുടെ ഗെയിം പ്ലാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ചെസ്സിൽ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ കളിക്കാം. അതൊരു വിക്ടം കാർഡ് എന്നുള്ള ഒരു ലെവലിലാണ് ജാൻ മോണിയുടെ ഒരു പ്ലേ ഉണ്ടായിരുന്നത്. അത് ഇപ്പം നമുക്ക് സീസണിൽ, ഇതിന് മുമ്പുള്ള സീസണിൽ നമ്മുടെ രജിത് കുമാർ ദ കൈൻഡ് ഓഫ് വിക്ടം കാർഡല്ല, പുള്ളിക്കാരൻ വിക്ടം ആയതാണ്. അതാണ് പോയിന്റ്. ഓക്കെ, പുള്ളിക്കാരൻ വിക്ടം കാർഡ് ഇറക്കിയതല്ല. അത് ആ സീസണിൽ അത് പുതിയതായിരുന്നു, സീസൺ 4 എന്തോ ആയിരുന്നു. അപ്പോഴത്തേക്കും അതൊരു പുതിയ സംഭവമാണ്. അവിടെ വിക്ടം കാർഡ് എന്നുള്ള ഒരു സംഭവം ആൾക്കാരെ പുള്ളിക്കാരനെ ഒറ്റപ്പെടുത്തി, ഓട്ടോമാറ്റിക്കായിട്ട് അത് നോർമലി ഒറ്റപ്പെടുത്തി പുള്ളിക്കാരൻ മാറി ഇരിക്കേണ്ടി വന്നു. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അത് അവിടെ സംഭവിച്ചതാണ്. പക്ഷെ അതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളവരെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ഇതായതുകൊണ്ട് അവരെന്നെ അംഗീകരിക്കുന്നില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇറക്കുക എന്നുള്ളത് ആണ് ഒരു വിക്ടം കാർഡ് ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗെയിമും കണ്ണീരും കിനാവൊന്നും അനുവദിക്കില്ല എന്നാണ് നമ്മുടെ വിഖ്യാതനായ മോഹൻലാൽ പറഞ്ഞത്. അതുകൊണ്ട് ബി കെയർഫുൾ, അല്ലെങ്കിൽ മീശ പിടിച്ച് നല്ല കൂമ്പിന് ഇടി കിട്ടും. ഓക്കെ, അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിജോ ശക്തനായ മത്സരാർത്ഥി തന്നെയായിരുന്നു ബിഗ് ബോസിലും. സോ ഞാനും സിജോയായിട്ട് നല്ല കൂട്ടുമായിരുന്നു. എനിക്ക് ഇപ്പോഴും സിജോയായിട്ട് കൂട്ടൊക്കെയാണ്. വേറെ എനിക്ക് പിണക്കമൊന്നുമില്ല, അവന് എൻ്റെ പിണക്കമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സാഹചര്യങ്ങളിലൂടെ സംഭവിച്ചു പോയിട്ടുള്ള കുറച്ച് തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതിലൊരു ഒരു വലിയ തെറ്റായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ പേരിൽ അത് കഴിഞ്ഞ കാര്യം. ഓക്കെ, നമുക്ക് അവിടെ നിർത്താം. സിജോ എന്ന വൻമരം എന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്ചാതുര്യം കൊണ്ടും സാമർഥ്യം കൊണ്ടും അതുപോലെ തന്നെ സൗന്ദര്യം കൊണ്ടും കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊണ്ടൊക്കെ സിജോ ഒത്തൊരു മത്സരാർത്ഥിയാണ്. അവൻ എങ്ങനെ നിൽക്കണം, എവിടെ നിൽക്കണം, എന്തുപോലെ നിൽക്കണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ആൾക്കാരുടെ ഒരു സൈക്കോളജി അറിയാമെന്നുള്ളൊരു വിശ്വാസത്തിൽ പുള്ളിക്കാരൻ ഒരു നന്മ മരം, അതായത് എല്ലാവർക്കും വേണ്ടി ഞാനുണ്ട്. ഓക്കെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുകയും അതിലൂടെ തന്നെ എല്ലാവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ കിച്ചണിലായിരുന്നാലും സിജോ ഒരു പ്രാവശ്യം ക്യാപ്റ്റനായ ക്യാപ്റ്റനിൽ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും സിജോയിൽ ഇടപെടുന്നുണ്ടായിരുന്നു. ഈ ഇടപെടുക മാത്രമല്ല, ഈ ഇടപെട്ടിട്ട് അങ്ങ് പോകുന്ന ആൾക്കാരാണ് നന്മ മരമെന്ന് നമുക്ക്, അല്ലെങ്കിൽ നന്മയുള്ളവരെന്ന് പറയുന്നത്. ഇടപെട്ടിട്ട് അവർ പോവും. പക്ഷെ ഇടപെട്ടിട്ട് ക്രെഡിറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഇടപെട്ടിട്ട് കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ടിട്ട് ഞാനാണ് ചെയ്തത്. ഉദാഹരണത്തിന് നമ്മൾ ചില പാർട്ടിയുടെയൊക്കെ ഇതിലൊക്കെ കാണുമല്ലോ, ആൾക്കാർ ഒന്ന് ഫ്രണ്ട് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് കയറി നിൽക്കുമല്ലോ. അതുപോലെ ഞാനാണ് ചെയ്തത്, ചപ്പാത്തി ഉണ്ടാക്കിയത് ഞാനാണ്, ചിക്കൻ ഉണ്ടാക്കിയത് എല്ലാം കൊള്ളാമല്ലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും തനിക്കാക്കും. നമ്മളിപ്പോൾ ഒരു നന്മ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചിട്ടുള്ളത് ഒരാൾക്ക് നന്മ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതോടുകൂടി പിന്നെ അത് പറഞ്ഞുകൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ അത് ഞാനാണ് ചെയ്യുന്നതെന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനത്തെ ഒരു കളിയാണ് സിജോ അതിനകത്ത് കളിച്ചത്. നന്മ മരമായിട്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് എല്ലാവരുടെയും ഇടയിൽ ഒരു നല്ല ഉണ്ണിയായിട്ട് ബിഗ് ബോസ് വിജയിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഗെയിമാണ്, അല്ലേ, ചെസ് ഗെയിം. ഈ ഗെയിമിൽ നമ്മൾ എന്ത് ഗെയിം പ്ലാനോട് കൂടി അവിടെ ചെന്ന് ഇറങ്ങിയിരുന്നാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഗെയിം പ്ലാനിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ കളിയുടെ ഗതി മാറുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഗെയിം പ്ലാൻ ഉണ്ടാവാം, പക്ഷേ ഓപ്പോസിറ്റ് ആളിൻ്റെ കളിയുടെ
ഗതി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഗതിയും മാറുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവിടെ നന്മമരം കളിച്ചിട്ടോ ഇവിടെ വിക്ടം കാർഡ് ഇറക്കിയതുകൊണ്ടോ ഇവിടെ വക്രബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടോ എന്നും ഒന്നും നേടാൻ കഴിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് കളി അറിയാമെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്താണ് കളി, നിങ്ങൾക്ക് ജീവിതം അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാമെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ നന്മയുള്ളവരും ദേഷ്യമുള്ളവരും സങ്കടമുള്ളവരും പിന്നെ എന്താ പരാതിയുള്ളവരും പരിഭവമുള്ളവരും പിന്നെ അതുപോലെ വഴക്കുണ്ടാക്കുന്നവരും മാപ്പ് ചോദിക്കുന്നവരുമായിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് എന്നുള്ള വീട്ടിൽ നിന്ന് വിജയിച്ച് കയറുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പിന്നെ എന്നാലും അപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റും, അപ്പോൾ ജിൻഡോ എങ്ങനെ വിജയിച്ചു എന്നുള്ള ഒരു ചോദ്യം അല്ലേ? ജിൻഡോയെ കുറിച്ചിട്ട് പുറത്ത് അങ്ങനെ വലിയ നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ കേൾക്കുന്നത്. ജിൻഡോ ഭയങ്കരപ്പെട്ട മോശക്കാരനാണെന്നൊക്കെ സിജോ ഭയങ്കരമായിട്ട് വന്ന് പറയുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് സിജോ പറയുന്നു. സിജോയെ കൈ കിട്ടി ഇടിക്കുന്നു ജിൻഡോ പറയുന്നു. ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. ബിഗ് ബോസിനകത്തും എനിക്ക് തോന്നുന്നു ആദ്യത്തെ അടി ഉണ്ടായത് സിജോയും ജിൻഡോയും തമ്മിലാണ്. ആ സിജോയും ജിൻഡോയും തമ്മിലുള്ള അടി ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ അവിടെ ഐ വിറ്റ്നസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ട് പറയാം. ആ അടിയുടെ ഇടയിൽ പിന്നെ സിജോ നല്ല രീതിയിൽ തന്നെ കൈവച്ച് ജിൻഡോയെ നൈസായിട്ട് ഉപദ്രവിക്കുകയും അത് പറഞ്ഞുകൊണ്ട് ജിൻഡോ ബാത്റൂമിൽ പോയിട്ട് കൈ എന്തോ മുറിച്ചിട്ട് വന്ന് അവിടെ പുറത്തു വന്ന് കിടന്നിട്ട് പിന്നെ അത് സിജോയാണ് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞ് സിജോയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽ പ്ലാൻഡ് ഒരു ഡ്രാമ നടത്തുകയും അത് ബിഗ് ബോസ് കൈയോടെ പിടിക്കുകയും സിജോയെയും ജിൻഡോയെയും പിടിച്ച് വാൺ ചെയ്തിട്ട് അവരെ നല്ല കുട്ടികളായിട്ട് നല്ല നടപ്പിന് വിധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ആര് നല്ലതാണ് ആര് ചീത്തയാണെന്നുള്ള വിഷയമല്ല. നമ്മുടെ വിശ്വവിഖ്യാതനായ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നന്മയും തിന്മയും എന്നൊരു സംഭവം ഇല്ല അല്ലേ. ഇവിടെ വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിലുള്ള പ്രശ്നമേ ഉള്ളൂ എന്ന് നമ്മുടെ ഖുറേഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു വീടിനെ നിങ്ങൾ നന്മപരമായിട്ടൊന്നും കാണണ്ട. ഇത് തിന്മ തന്നെയാണ്. തിന്മയും തമ്മിലുള്ള അടി, അല്ലെങ്കിൽ തിന്മയും കൂടെ അടി വെച്ചിട്ട് അതിൽ ആര് ജയിക്കുന്നു ആ ഒരാൾ വിന്നർ. അതിൽ അടിസ്ഥാനപരമായിട്ട് ഈ ചെസ് ബോർഡിലെ പോലുള്ള നിയമാവലികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾക്ക് അതിനകത്തുള്ള പ്രവർത്തനങ്ങളെങ്കിൽ, നിങ്ങൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ വക്രബുദ്ധി, ചടുല ബുദ്ധി, ചാണക്യ ബുദ്ധി, മന്ദബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധിയൊക്കെ ഉപയോഗിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ് ഇറക്കി കളിയും അതുപോലെ തന്നെ മുതലക്കണ്ണീരും അതുപോലെ തന്നെ വിക്ടം കാർഡും നന്മ മരവും ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഓരോരുത്തരുടെ ഗെയിം പ്ലാനാണ്. അപ്പം ഈ പ്രാവശ്യത്തെ സീസണിൽ നമുക്ക് ആരൊക്കെ വരുമെന്ന് അറിയത്തില്ല. അപ്പം വരുന്നവർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളായി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, നിങ്ങളായി തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ആരെക്കുറിച്ച് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് പറയുക, അടി ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ജോലി. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാവും. ആ ഉണ്ടാവുന്നതിൽ നിങ്ങൾ ഇടപെടുന്ന രീതിയും നിങ്ങളത് പരിഹരിക്കുന്ന രീതിയും നിങ്ങളതിനെ സമീപിക്കുന്ന രീതിയും നിങ്ങളതിനെ നോക്കിക്കാണുന്ന രീതിയും നിങ്ങളതിനെ പറയുന്ന രീതിയും നിങ്ങളതിനെക്കുറിച്ച് മനസ്സിലാക്കിയതൊക്കെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും നല്ലതായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത എൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 3 പേരെ കൂടെ നമുക്ക് പറയാം. എൻ്റെ സീസണിലുള്ള അടുത്ത 3 പേര് ഞാൻ കണ്ടത്, 1 നമ്മുടെ രതീഷ്, 2 നമ്മുടെ മുടിയൻ, 3 നമ്മുടെ ആൻസിബ. അപ്പോൾ രതീഷ്, മുടിയൻ, ആൻസിബയെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവരുടെ കളിയും ഇവരുടെ ഗെയിം പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആരുടെ അടുത്തും പറയേണ്ട കേട്ടോ, രഹസ്യമാണ്.